ചൈനയുമായി ചങ്ങാത്തം സ്ഥാപിക്കാൻ പോയ ബംഗ്ലാദേശിന് നേരെ ഭാരതത്തിന്റെ സാമ്പത്തിക സർജിക്കൽ സ്ട്രൈക്ക്. ഭാരതം വഴി ബംഗ്ലാദേശ് നടത്തിയിരുന്ന എല്ലാ കയറ്റുമതി ഇറക്കുമതി ഇടപാടുകളും നിരോധിച്ച് കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കി. സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ബംഗ്ലാദേശിന് കനത്ത പ്രഹരമാണ് ഭാരതം നൽകിയ ഈ ഒരു തീരുമാനം. ഭാരതത്തിലെ വിമാനത്താവളങ്ങൾ വഴിയോ തുറമുഖങ്ങൾ മുഖേനയോ റോഡ് മാർഗമോ ബംഗ്ലാദേശ് നടത്തിയിരുന്ന ചരക്ക് നീക്കങ്ങൾ തടഞ്ഞ് സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സ് ആൻഡ് കസ്റ്റംസ് ആണ് ഉത്തരവിറക്കിയത്. ഭൂട്ടാൻ, നേപ്പാൾ, മ്യാൻമാർ എന്നീ രാജ്യങ്ങളിലേക്ക് ബംഗ്ലാദേശ് നടത്തിയിരുന്ന കയറ്റുമതി ഇടപാടുകൾക്ക് കനത്ത തിരിച്ചടിയാണ് ഭാരതത്തിന്റെ നീക്കം. ഉത്തരവ് പ്രാബല്യത്തിലായെങ്കിലും നിലവിൽ ഇന്ത്യയിലെത്തിയ ചരക്കുകൾ പുറത്തു കടത്താൻ അനുവദിക്കും. ബംഗ്ലാദേശിന്റെ കയറ്റുമതി ഇറക്കുമതി മേഖലകളിൽ ഭാരതം നടത്തിയ സർജിക്കൽ സ്ട്രൈക്കാണ് ലോജിസ്റ്റിക് നീക്കങ്ങൾ തടഞ്ഞുള്ള തീരുമാനമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഇറക്കുമതി ചെലവ് വർദ്ധിക്കുന്നതും സമയനഷ്ടവും ഭൂട്ടാൻ, നേപ്പാൾ, മ്യാൻമാർ രാജ്യങ്ങളെ ബംഗ്ലാദേശുമായുള്ള വ്യാപാര ബന്ധം അവസാനിപ്പിക്കാൻ ഇടയാക്കിയേക്കും. ബംഗ്ലാദേശിലേക്ക് ഭാരതം വഴി നടത്തിയിരുന്ന ഇറക്കുമതിയും നിരോധിച്ചു. ഇതുവഴി ബംഗ്ലാദേശിലേക്കുള്ള ഇറക്കുമതി സാധനങ്ങളുടെ വില കുത്തനെ ഉയരും. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുന്ന ബംഗ്ലാദേശിന് വലിയ ആഘാതമാണ് ഭാരതത്തിന്റെ തീരുമാനം. ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിനെ നയിക്കുന്ന മുഹമ്മദ് യൂനിസ് നടത്തിയ ചൈന സന്ദർശനത്തിൽ ഭാരതത്തിന്റെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് നടത്തിയ പ്രസ്താവനയും ചൈനയുമായി വ്യാപാര ബന്ധം മെച്ചപ്പെടുത്താൻ കാണിച്ച താൽപര്യവുമാണ് ഭാരതത്തെ പ്രകോപിപ്പിച്ചത്. ജനം, ഡൽഹി.